അതായത് നിങ്ങൾ പലപ്പോഴും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫേസ്ബുക്ക് എടുത്ത് നോക്കുമ്പോൾ സജസ്റ്റഡ് ഫോർ യു എന്ന് പറഞ്ഞ ഒരു ടാഗ് ലൈനിൽ സംടൈംസ് നിങ്ങളുടെ മുമ്പിൽ ആ പോസ്റ്ററുകൾ വരാറുണ്ട്. നിങ്ങളത് ലൈക്ക് ചെയ്തിട്ടുണ്ടാവില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല, ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ചില പോസ്റ്ററുകൾ നിങ്ങളുടെ മുമ്പിൽ സജഷനായിട്ട് വരും. ഇത് സോഷ്യൽ മീഡിയയുടെ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് അറിയാത്തതുകൊണ്ടാണ്. സോ അങ്ങനെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്ററുകൾ യാതൊരു ക്യാഷ് മുടക്കില്ലാതെ, അതായത് 5 പൈസ സോഷ്യൽ മീഡിയയ്ക്ക് കൊടുക്കാതെ തന്നെ നിങ്ങളുടെ പോസ്റ്ററുകളെ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ സോഷ്യൽ മീഡിയയിലൂടെ സാധിക്കും. അതായത് നിങ്ങൾ ചോദിക്കാം, നിങ്ങൾ ഡെയിലി അല്ലെങ്കിൽ സംടൈംസ് വീക്കിലി നിങ്ങൾ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഓരോ പോസ്റ്റർ ഇട്ട് കഴിയുമ്പോഴും നിങ്ങളൊരു പ്രതീക്ഷിക്കും, ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതെന്തായാലും സോഷ്യൽ മീഡിയയിൽ കുറച്ച് ക്ലിക്കാവും, എൻ്റെ പോസ്റ്റർ കിടുവാണ്, സൂപ്പറാണ്, അങ്ങനെ എൻ്റെ 1-2 ഫ്രണ്ട്സ് സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ അവരൊക്കെ ലൈക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരല്ലാതെ വേറെ ആരും ഇത് കാണുന്നില്ല. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ആരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ ഒരു ഫ്രണ്ട് ഒരു 1 ഇയർ ബാക്ക് അവരൊരു വീട്ടമ്മയായിരുന്നു. അപ്പോൾ അവർക്ക് ചെറുതായിട്ട് ഗാർഡൻ ബിസിനസ് ഉണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ഹോം ടൗണിൽ ചെറുതായിട്ട് ഗാർഡനിങ്ങും അതേപോലെ തന്നെ സെയിലൊക്കെ നടത്തിയിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഏതോ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു റീല് കണ്ടിട്ട് അവർ ഓൺലൈനിലേക്കും കൂടി ബിസിനസ് മാറ്റാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒത്തിരി ഫോട്ടോസ് അവരെടുത്തു. കാരണം ഒത്തിരി ചെടികൾ അവർക്കുണ്ട്. അവർ വളരെ പാഷനേറ്റ് ആയിട്ട് ഗാർഡൻ നടത്തിക്കൊണ്ടിരുന്നതാണ്. സോ ഫോട്ടോസ് അവരെടുക്കുന്നു. അതിനനുസരിച്ച് നല്ല രീതിയിലൊന്ന് ഫ്രെയിം ചെയ്ത് അവർ ആ പോസ്റ്റുകൾ ഡെയിലി ഇടാൻ തുടങ്ങി. സോ ഒരു മാസത്തിനുള്ളിൽ തന്നെ അവർക്ക് ഒരു 10-200 പോസ്റ്റുകളായി. പക്ഷേ ഇവർ കാര്യമായി നോക്കുമ്പം ആരും തന്നെ ഇത് നോക്കുന്നില്ല, ആരും തന്നെ ലൈക്ക് അടിക്കുന്നില്ല. ആകെപ്പാടെ കുറച്ച് പേർക്ക് ഇവർ അയച്ചു കൊടുക്കും, ഫ്രണ്ട്സ് ഞാനിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങളതൊന്ന് ചെക്ക് ചെയ്യും എന്ന് പറഞ്ഞു കൊടുക്കുന്ന വളരെ ചുരുക്കം ആൾക്കാർ മാത്രമായിരുന്നു അതിനെ ഫോളോ ചെയ്യുന്നതോ കമൻറ്റ് ചെയ്യുന്നതോ. ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കാം നിങ്ങളുടെ ഇപ്പോഴുള്ള ഓരോ ബിസിനസ്സും. പിന്നെ അവർ ചെയ്തത് കുറേ ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ ചെടികൾ വാങ്ങാം, വിൽക്കാം, അഗ്രികൾച്ചറൽ ഫാമിംഗ്, അങ്ങനെ സോ മച്ച് ഗ്രൂപ്പുകൾ ഫേസ്ബുക്കിലുണ്ട്. ആ ഗ്രൂപ്പുകളിലൊക്കെ ഇവർ ഡെയിലി കൊണ്ട് ഇതേ പോസ്റ്റ് റീപോസ്റ്റ് ചെയ്യും. ദെൻ അങ്ങനെ കുറച്ച് മൂവ് ചെയ്തു. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ നോക്കുമ്പം ഇവരെക്കാളും കുറഞ്ഞ ചെടി, ബ്യൂട്ടിഫുൾ അല്ലാത്ത ഫോട്ടോസ്, ഇതൊക്കെ ആവുന്ന ഇവരുടെ തന്നെ നാട്ടിലുള്ള വേറൊരു ആൾ. അപ്പോൾ നമ്മുടെ ബിസിനസ്സുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കോമ്പറ്റീറ്റർ എന്ന് വിളിക്കാം. ആ കോമ്പറ്റീറ്റർ നോക്കുമ്പോൾ കുറഞ്ഞ പോസ്റ്റേ ഉള്ളൂ. അതേപോലെ ഇവർ വല്ലപ്പോഴും സംടൈംസ് വീക്കിലി വൺസ് ഒക്കെ മറ്റ് പല പല പേജുകളിൽ ഇവർ പോസ്റ്റ് ഇടുന്നുള്ളൂ. സോ എൻ്റെ ഫ്രണ്ട് ആ കോമ്പറ്റീറ്ററുടെ പേജും അതേപോലെ തന്നെ ഇവരുടെ പേജും എനിക്ക് അയച്ചു തന്നിട്ട് ഒരു ലെങ്തി വോയിസും കൂടിയായിരുന്നു. ആ വോയിസിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. ഒന്ന്, ഈ കോമ്പറ്റീറ്ററുടെ പോസ്റ്റ് അവരുടെ പേജ് നോക്ക്, അവരുടെ പേജിലെ ഫോട്ടോകളില്ല. അതേപോലെ അവരുടെ കയ്യിൽ കുറേ കമൻറ്റ് വന്നിട്ടുണ്ട്, അതിൽ കുറേ ആൾക്കാർ മേടിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഫോട്ടോ നോക്ക്, ഏറ്റവും നല്ല ഫോട്ടോയാണ്, നല്ല ചെടിയാണ്, ഞാൻ നല്ല രീതിയിൽ സർവീസ് കൊടുക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ അടുത്ത് നിന്ന് ആരും മേടിക്കുന്നില്ല. അതേപോലെ ഞാൻ ആ കോമ്പറ്റീറ്ററെ വിളിച്ചു ചോദിച്ചു, വേറെ ഒരാളുടെ കസ്റ്റമർ ആണെന്നുള്ള പേരിൽ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് കാര്യമായിട്ടൊന്നും വിട്ടു പറയുന്നില്ല, അവർ ഈ ബിസിനസ് ഇങ്ങനെ കൊണ്ടുപോകുന്നു. അതേപോലെ തന്നെ ആഴ്ചയിൽ 1-2 പ്രാവശ്യമാണ് ആകെപ്പാടെ മറ്റ് പല ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ അടുത്തേക്ക് ആൾക്കാർ വരികയാണ്. അപ്പോൾ ഞാൻ അവർക്ക് കുറച്ച് സൊല്യൂഷൻസ് പറഞ്ഞു കൊടുത്തു. ആഫ്റ്റർ എ മന്ത് അവർക്കും ഈ പറഞ്ഞതുപോലെ ആഴ്ചയിൽ 1 ദിവസമെങ്ങാനും മറ്റ് പല ഗ്രൂപ്പുകളിൽ പോയി പോസ്റ്റ് ഇട്ടാൽ മതി. ബാക്കി താരതമ്യേന ഓരോ മാസത്തെക്കാളും 5-10% വരെ അവർക്ക് കസ്റ്റമേഴ്സ് ഓർഗാനിക്കായിട്ട് കൂടി വന്നു. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ പെയ്ഡ് ആഡൊന്നുമില്ലാതെ അവരുടെ ഫേസ്ബുക്ക് പേജിൽ, ഇൻസ്റ്റാഗ്രാം പേജിൽ മാത്രം പോസ്റ്റ് ഇട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കസ്റ്റമറെ അട്രാക്ട് ചെയ്ത് വന്ന രീതിയിൽ. അതായത് ഒരു പൂ വിരിഞ്ഞ അവിടെ പൂമ്പാറ്റയും വണ്ടും ഒക്കെ തേൻ കുടിക്കാൻ വരുന്നത് ഒരിക്കലും അവരെ പേയ്മെൻറ്റ് കൊടുത്ത് വിളിക്കുന്നതല്ല. ആക്ച്വലി ദാറ്റ് ഈസ് മാർക്കറ്റിംഗ്. അതിൻ്റെ കളറ്, സ്മെല്ല്, ഇതെല്ലാം മാർക്കറ്റിംഗ് ആണ്. അതിനെയാണ് കോമൺലി നമ്മൾ ഓർഗാനിക് മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഈ ഓർഗാനിക് മാർക്കറ്റിങ്ങിലൂടെ ഓരോരുത്തർക്കും അവരുടെ ബിസിനസ്സിന് ആവശ്യമായ കസ്റ്റമറെ അട്രാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ അട്രാക്ട് ചെയ്യുന്ന ടെക്നിക്കാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഹിറ്റ് ക്ലിക്സ് ഫൗണ്ടേഴ്സ് ക്ലബിലേക്ക് സ്വാഗതം.